ഈ കോഴിക്കോട് മഴ കൂടുതൽ ശക്തിപ്പെടുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. കുറ്റ്യാടി കാവിലുംപാറ മലയോര മേഖലയിൽ അതിശക്ത മഴ എന്നാണ് അറിയാൻ കഴിയുന്നത്. തൊട്ടിൽപ്പാലം പുഴയിൽ മലവെള്ളപ്പാച്ചിൽ രൂപപ്പെട്ടിരുന്നു. ഗ്രാമീണ റോഡുകളിൽ അടക്കം വെള്ളം കയറിയെന്ന വിവരം കൂടി അഖില വരികയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യമൊന്ന് കാണാം. വളരെ മലയോര മേഖലയെ സംബന്ധിച്ചോളം ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കോഴിക്കോട് നിന്നും വരുന്ന ഇപ്പോഴത്തെ വാർത്ത. മലവെള്ളപ്പാച്ചിൽ തൊട്ടിൽപ്പാലം പുഴയിൽ ഉണ്ടായിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കുറ്റ്യാടി കാവിലുംപാറ മലയോര മേഖലകളാണ്. ഇവിടെയൊക്കെ തന്നെ ഉള്ള ആളുകളൊക്കെ തന്നെ വലിയ ജാഗ്രത പാലിക്കേണ്ട നിമിഷമാണ് അഖില. അങ്ങനെ ദൃശ്യങ്ങൾ ഇപ്പോൾ വരുമ്പോൾ മലവെള്ളപ്പാച്ചിൽ നദികളിലൊക്കെ തന്നെ പുഴകളിലൊക്കെ തന്നെ വെള്ളം ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ഏതൊക്കെ മേഖലകളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ എവിടെയൊക്കെയാണ് ഇപ്പോൾ മഴ ശക്തിപ്പെടുന്നത്? പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ നഗരമേഖലകളിലും മലയോര മേഖലകളിലും കോഴിക്കോട് ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. ഏറ്റവും വലിയ ഭീഷണി പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നതാണ്. ഈ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കുറ്റ്യാടി, വിലങ്ങാട് മേഖലകളിലെല്ലാം ഈ പുറത്തേക്ക്, അതായത് പാലത്തിന് മുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഗ്രാമീണ റോഡുകളും ഇപ്പോൾ വെള്ളത്തിനടിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിത മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പുഴയിൽ, വനമേഖലയിലൊക്കെ കൃത്യമായ വലിയ രീതിയിലുള്ള മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുഴകളിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയരുന്നു. മാത്രമല്ല ജലാശയങ്ങളിലേക്ക് പോകുന്നതിനും വലിയ രീതിയിലുള്ള ഒരു വിലക്കുണ്ട്. ഇപ്പോൾ ഈ വിലങ്ങാട് പുഴയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച അപ്രോച്ച് റോഡിനുള്ള മണ്ണിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശത്തുള്ള ജനങ്ങൾ വലിയ ജാഗ്രതയിലാണ്. മാത്രമല്ല ഈ ഖനന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ, കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ, ജലാശയങ്ങൾ, കടൽ പോലെ പുഴകളിലേക്കൊക്കെ പോകുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു വിലക്കുണ്ട്. കളക്ടർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സൂചിപ്പിച്ചതുപോലെ പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നതാണ് ഏറ്റവും വലിയ ആശങ്കയുണ്ടാക്കുന്നത്. ഇത് പറഞ്ഞതുപോലെ താമരശ്ശേരി ഭാഗത്തും മുക്കം ഭാഗത്തും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. താമരശ്ശേരി ചുരം വഴി പോകുന്നതിൽ, മലയോര മേഖലകളിൽ രാത്രി 7 മണി മുതൽ രാവിലെ 7 മണി വരെ യാത്ര ചെയ്യുന്നതിലൊക്കെ വലിയ വിലക്കുണ്ട്. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. നൽകിയത് ഓരോ മഴക്കാലത്തും വലിയ ദുരന്തങ്ങളാണ് ശേഷിപ്പുകളായി വരുന്നത്. അപ്പോൾ നമ്മൾ കാലാവസ്ഥാ വകുപ്പും ജില്ലാ ഭരണകൂടമൊക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. വെള്ളത്തോട് ഒരു കാരണവശാലും നമ്മൾ കളിക്കാൻ നിൽക്കരുത്. കാരണം പുഴയൊക്കെ തന്നെ അതിൻ്റെ ഗതി എങ്ങനെയായിരിക്കും, ആഴം കൂടുതലാണോ കുറവാണോ ഒന്നും തന്നെ നമുക്ക് പുറമേ അറിയാൻ കഴിയില്ല. അപ്പോൾ ആ പുഴയിലേക്കൊക്കെ ഈ സമയത്ത് പോകാതിരിക്കുക. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കഴിവതും നമ്മൾ ഒഴിവാക്കുക. മലയോരത്തെ പ്രത്യേകിച്ച് മണ്ണിളകി കിടക്കുന്ന, മണ്ണിന് ദുർബല അവസ്ഥയിലൊക്കെ ഉള്ള സ്ഥലങ്ങൾ കാണും. നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലകളുണ്ട് കോഴിക്കോടിൻ്റെയൊക്കെ തന്നെ ഒരുപാട് മലയോര മേഖലയിൽ. അപ്പോൾ അവിടെയൊക്കെ പോകുന്ന ആളുകളൊക്കെ തന്നെ അതീവ ജാഗ്രത പുലർത്തണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം. വെള്ളം പോകുന്ന മേഖലകളാണെങ്കിൽ, വെള്ളം വീടുകളിലേക്കൊക്കെ ഇരച്ച് എത്തുന്ന ഒരു സംഭവമാണെങ്കിൽ കഴിവതും അവിടെ നിന്ന് മാറി താമസിക്കാൻ ഉള്ള ഒരു സന്നദ്ധത സ്വയം നമ്മൾ കാണിക്കുകയും വേണം.